ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 1 ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യുക, എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കീ ടേംസ് ആണ് നോക്കേണ്ടത്, അതേപോലെ ഇതിൽ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. സോ നമുക്കറിയാം, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്, എമർജൻസ് ഓഫ് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ എന്താണെന്ന് നമ്മൾ നോക്കി. അതേപോലെ നമുക്കറിയാം നമ്മുടെ സോഷ്യോളജി ഫസ്റ്റ് എമേർജ് ചെയ്യണത് യൂറോപ്യൻ കൺട്രീസിലാണ്. അപ്പോൾ യൂറോപ്പിൽ മോഡേണിറ്റിയുടെ ഭാഗം, അതായത് മോഡേണിറ്റി വന്നതിൻ്റെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മുടെ സോഷ്യോളജി എമേർജ് ചെയ്തതെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ മോഡേണിറ്റി കൊണ്ട് സോഷ്യോളജിയുടെ എമർജൻസി യൂറോപ്പിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക്ക്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ, അതിൻ്റെ നേച്ചർ, സ്കോപ്പ്, ഓൾസോ മറ്റുള്ള സോഷ്യൽ സയൻസ് സബ്ജക്ട്സുമായിട്ട് സോഷ്യോളജി എങ്ങനെ റിലേറ്റ് ചെയ്ത് പോകണം, അതേപോലെ അവർ തമ്മിലുള്ള കമ്പാരിസണും റിലേഷൻസും നമ്മൾ നോക്കി. അതുപോലെ തന്നെ കോമൺ സെൻസും സോഷ്യോളജി തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും എങ്ങനെ ഇൻ്റർലിങ്ക് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടുന്ന ടോപ്പിക്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഓരോ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അതിലെ കീ ടേംസും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഞാൻ ഇട്ടത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ പോയിൻറ്റ്സ് ഉണ്ട്, നിങ്ങൾക്കതൊന്ന് പോളിഷ് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് PYQs ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ടോപ്പിക്കുമായിട്ട് വരാൻ ചാൻസ് ഉള്ള എല്ലാ ഏരിയാസിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PYQs എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാവും. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് സോഷ്യോളജി, ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതർ സോഷ്യൽ സയൻസസ്. അപ്പോൾ എന്താണ് സോഷ്യോളജി, അതുപോലെ സോഷ്യോളജി എങ്ങനെ മറ്റുള്ള സോഷ്യൽ സയൻസ് സബ്ജക്ട്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നു, ഇതാണ് നമ്മളോടുള്ള ചോദ്യം. സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബേസ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ച് കഴിയും. നമുക്ക് സിംപ്ലി നമ്മുടെ PYQs എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ, മീൻസ് നമ്മൾ PYQ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് UPSCയുടെ ആ ഒരു പാറ്റേൺ, ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ്. സോ പക്ഷേ ഈ ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും നമ്മുടെ ആ ഒരു ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തിട്ടാവും. നമ്മൾ PYQസിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുറച്ച് വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിട്ടിട്ടുള്ള ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലാതെ പിന്നീടുള്ള ക്വസ്റ്റ്യൻസൊക്കെ അധികം സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബേസ് ലെവൽ ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ ടു ദി ടോപ്പിക്കാണ് ഇതിപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അതായത് എന്താണ് സോഷ്യോളജി, അതുപോലെ സോഷ്യൽ സയൻസ് സബ്ജക്ട്സുമായിട്ട് സോഷ്യോളജി എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് സോഷ്യോളജി ആൻഡ് ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം അതർ സോഷ്യൽ സയൻസസ്. അതായത് സോഷ്യോളജി എന്താണ്, അതേപോലെ സോഷ്യോളജി മറ്റുള്ള സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആവണമെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ലെവൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് നമ്മൾ ഇടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബേസ് ലെവൽ, അതായത് കോൺസെപ്റ്റുമായിട്ട് ഡയറക്റ്റ് റിലേഷനുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. പക്ഷേ PYQക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ജനറലാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ആവും. ക്വസ്റ്റ്യൻസിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ആവും, കുറച്ച് മാറ്റങ്ങൾ വരും. ഇതൊന്നിപ്പോൾ ഡയറക്റ്റ് ചോദിക്കുക എന്താണ് സോഷ്യോളജി, അതായത് നമ്മൾ പഠിച്ച ആ ടോപ്പിക്കിനെ തന്നെ ക്വസ്റ്റ്യൻ ആക്കിയിട്ടുള്ളത്. അങ്ങനത്തെ കുറച്ച് ബേസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ കുറച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യൻസും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാദ്യം നോക്കി സെറ്റായിട്ട് നമുക്ക് PYQs ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു. കാരണം എല്ലാ പോയിൻറ്റ്സും ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു
ഭാഗം നന്നായിട്ട് അറിയാം. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ PYQs വരുമ്പോൾ നമ്മൾ പഠിച്ചതും പിന്നെ നമ്മുടേതായ ആശയങ്ങളും വെച്ചിട്ട് നമുക്ക് നല്ലൊരു ആൻസർ ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കേണ്ട കീവേഡ്സ് എന്ന് പറഞ്ഞാൽ സോഷ്യോളജി എന്താണ്, അതേപോലെ മറ്റുള്ള സോഷ്യൽ സയൻസുമായിട്ട് എങ്ങനെ സോഷ്യോളജി ഡിഫറെൻ്റ് ആവണു എന്നുള്ളതാണ്. അപ്പോൾ ഈ സോഷ്യോളജി എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം സോഷ്യോളജിനെ ഡിഫൈൻ ചെയ്യണം. അവിടെ ഈ സോഷ്യോളജി എന്നുള്ളത് എന്താണ് മീൻസ് ചെയ്യണത്, സോഷ്യോളജി എന്താ, അതിന് നല്ലൊരു ഡെഫിനേഷൻ കൊടുക്കുക. അതേപോലെ കീ ടേംസ്, അതായത് സോഷ്യോളജി എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന കീ ഫീച്ചേഴ്സ് ഉണ്ടാവും, അതൊരു 3-4 ഒരു 5 വരിയുടെ ഉള്ളിൽ നമ്മുടെ ഒരു ഇൻട്രോ ഭാഗം കഴിയണം. അത് കഴിഞ്ഞ് നമ്മളോടിപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 പാർട്ടാണുള്ളത്. ഒന്ന് സോഷ്യോളജി എന്താണ്, അതേപോലെ സോഷ്യോളജി മറ്റുള്ള സയൻസുമായിട്ട് ഡിഫറെൻ്റ് ആവുന്നത് എങ്ങനെയാണ്. അപ്പോൾ 2 ടോപ്പിക്കാണ് നമുക്കിതിലുള്ളത്. അതായത് പാർട്ടാക്കാൻ, ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് പാർട്ടാക്കുമ്പോൾ 2 പാർട്ടാണുള്ളത്. അതിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, സോഷ്യോളജി എന്താണ് ഡെഫിനേഷൻ, അതിൻ്റെ ഒരു കീ ഫീച്ചേഴ്സ്, സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ കുറിച്ചൊരു 3-4 വേർഡ്സ് നമ്മൾ എഴുതുക. അതിനുശേഷം നമ്മുടെ ഈ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു സബ്ജക്റ്റും മറ്റേ സബ്ജക്റ്റും തമ്മിലുള്ള, അതായത് മറ്റൊരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻ എഴുതുക. അതായത് അവർ തമ്മിലുള്ള എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അത്, അതേപോലെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത്, അതേപോലെ എങ്ങനെ ഇവർ ഇൻ്റർലിങ്ക് ചെയ്യണു എന്നുള്ളത് എഴുതാം. ഇപ്പോൾ 150 വേർഡ്സിനൊക്കെയാണ് നമ്മുടെ വലിയ എസ്സേ ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. അല്ലാത്ത പക്ഷം ഇപ്പോൾ 10 മാർക്കിനൊക്കെ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഈ പറഞ്ഞ പോലെ ടു ദി പോയിൻ്റ് എഴുതാം. അതായത് പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്, സൈക്കോളജി ഇങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്, അതുപോലെ എക്കണോമിക്സ് ഇങ്ങനെയാണ് ഡിഫറെൻ്റ് ആവണതെന്ന് പറഞ്ഞ് നിർത്തും. ഇപ്പോൾ ഇതിലിപ്പോൾ നോക്കിയേ, സോഷ്യോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി, സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡീനെയാണ് നമ്മൾ സോഷ്യോളജി എന്ന് പറയുന്നത്. സൊസൈറ്റിയെയും അതുപോലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സോഷ്യൽ റിലേഷൻഷിപ്പിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതാണ്. പിന്നെ എന്നിട്ട് നമുക്ക് വീണ്ടും വേണമെങ്കിൽ പറയാം, ഇതിൽ നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ, അതായത് എന്താ പറയുക, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഇൻട്രാക്ഷനെ കുറിച്ച്, അതേപോലെ തന്നെ സോഷ്യോളജി എന്താ അനലൈസ് ചെയ്യും, സൊസൈറ്റിയിലെ ഫിനോമിനൻസിനെ കുറിച്ച്, അതേപോലെ ചേഞ്ചസിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യും. അതേപോലെ ഒരു എന്താ പറയുക, ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സിലാണ് ഇത് കണ്ടുപിടിക്കാം. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം, കാരണം പക്ഷേ ഇത് 2 പാർട്ടുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇതൊക്കെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം, സൊസൈറ്റിയിലുള്ള സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, പ്രോബ്ലംസ്, മെയിൻ ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സ് വേണം എഴുതാൻ. അതായത് ക്യാച്ചി ആയിരിക്കണം നമ്മുടെ ആൻസേഴ്സ്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ കുറേ എക്സ്പ്ലനേഷൻ പോലെ ആവരുത്. ഈ പറഞ്ഞ പോലെ മീൻസ് അട്രാക്റ്റീവ് ആവണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ ഒരു ഫീച്ചർ നല്ലത്, ഇപ്പോൾ ഈ പറയണ പോലെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ അല്ലെങ്കിൽ മീൻ ചെയ്യണ ഒരു ഫീച്ചറാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണത് അത് നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു. അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യോളജി എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും, സൊസൈറ്റിയിൽ നടക്കുന്ന ഇഷ്യൂസിനെ അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസിനെ റെക്കഗ്നൈസ് ചെയ്യാനും അത് അഡ്രസ്സ് ചെയ്യാനും അതിന് ബെറ്റർ റെക്കമെൻഡേഷൻസ് കൊണ്ടുവരാനും പോളിസി മേക്കിങ്ങിനൊക്കെ സഹായിക്കും. അങ്ങനെയുള്ള ഒരു പോയിൻ്റ് എഴുതുക. അങ്ങനെ കീ ഫീച്ചേഴ്സ് കുറച്ച് എഴുതുക. എന്നിട്ട് പിന്നെ ഡിഫറൻസിലേക്ക് അതൊരു സബ് ഹെഡിങ് ആയിട്ട് നമ്മൾ എന്ത് എഴുതുമ്പോഴും ഒരു ചെറിയൊരു സബ് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴേക്ക് എഴുതുക. അങ്ങനെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ നോക്കണം. അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, സോഷ്യോളജി എന്താണെന്ന് ജസ്റ്റ് ഒരു വാക്കിൽ എഴുതുക, അല്ലെങ്കിൽ ആദ്യം ഒരു ഡെഫിനിഷൻ, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഒരു സോഷ്യോളജിസ്റ്റിൻ്റെ പേര് എഴുതിയിട്ട് ആൾ സോഷ്യോളജിയെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്തത് എഴുതുക. ഞാൻ നിങ്ങൾക്കൊരു ബേസിക്സ് ഓഫ് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഇടാം. അതിൽ നമ്മുടെ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൻസർ റൈറ്റിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോഷ്യോളജിയുടെ ഡെഫിനേഷൻ, അതേപോലെ നമ്മുടെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സിനെ കുറിച്ച് ഞാനൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ യൂസ് ചെയ്യും. ഒരു കാസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്, കാസ്റ്റിൻ്റെ ഒരു ഡെഫിനേഷൻ, കീ ഫീച്ചേഴ്സ്, അങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ സോഷ്യോളജിയുടെ ബേസിക്സ് തുടങ്ങുന്ന ഒരു സംഭവങ്ങളുണ്ടല്ലോ, എന്താണ് സോഷ്യോളജി, നേച്ചർ, സ്കോപ്പ്, അങ്ങനെ വരുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമുക്ക് സ്കൂൾ ഓഫ് സ്റ്റഡീസിനൊക്കെ നമുക്കൊന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട്
നമുക്കൊരു ക്ലാസ് എടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു ഡെഫിനിഷൻ, ഇന്ന ഒരാളുടെ ഒരു ഡെഫിനേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു ഓഥറിനെ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രൊപ്പോണ്ട് ചെയ്ത ആളെ അറിയുമെന്ന് മാത്രമേ അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് അറിയണ ഒരു ഫിലോസഫറിൻ്റെ പേരെടുത്തിട്ട് നമുക്ക് തോന്നിയ ഡെഫിനേഷൻ ഇടരുത് ഒരിക്കലും. അപ്പോൾ അങ്ങനെ ഡെഫിനേഷൻ അറിയാമെങ്കിൽ ഇടുക. അതല്ലെങ്കിൽ സിംപ്ലി ഈ പറഞ്ഞ പോലെ സോഷ്യോളജി ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞിട്ട് നിർത്താം. കുറച്ചും കൂടെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല സംഭവങ്ങൾ കിട്ടും, അത് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സോഷ്യോളജി ഇൻക്ലൂഡ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അനലൈസസ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ ചേഞ്ചസ്, സോഷ്യൽ ഫിനോമിനൻസ്, അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ എഴുതുന്നതിന് പകരം കുറച്ചൊന്നും ഈ പറഞ്ഞില്ല സോഷ്യോളജി അനലൈസസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു നമ്മൾ മറ്റേ ഇത് വരയ്ക്കില്ലേ, പദസൂര്യനൊക്കെ വരയ്ക്കില്ലേ, അതേപോലെ തന്നെ ഇത് അനാലിസിസ് എന്ന് എഴുതിയിട്ട് അവിടെ നിന്നും ഒരു 3 വര വരയ്ക്കുക. എന്നിട്ട് അത് അങ്ങനെ കുറച്ച് ഡയഗ്രാം പോലെയൊക്കെ വരച്ച് കുറച്ചും കൂടെ ആൻസറിനെ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ എഴുതാൻ പറയുന്നത്. നമ്മൾ വെറുതെ എഴുതണത് തന്നെ അതിങ്ങനെ കട്ട കുത്തി എഴുതുന്നതിനേക്കാളും ഇങ്ങനെയൊക്കെ ചെയ്ത് വരച്ചൊക്കെ എഴുതുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി കിട്ടും. അതേപോലെ പിന്നെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക, സോഷ്യോളജി എന്താ, സൊസൈറ്റീനെ മൊത്തത്തിൽ പഠിക്കുന്നതാണ് സോഷ്യോളജി. മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റിനേക്കാൾ വിട്ട് സോഷ്യോളജി ഡിഫറെൻ്റ് ആവുന്ന മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സൊസൈറ്റിയെ മുഴുവനായിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി. അപ്പോൾ സൈക്കോളജി എന്താ, സൈക്കോളജി എന്നാൽ ഒരു സൊസൈറ്റിയിലുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ മാത്രം പഠിക്കുന്നതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസോ സൊസൈറ്റിയിലുള്ള ഗവേണൻസിനെയും പവർ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ്. ഇക്കണോമിക്സ് ആണെങ്കിലോ അതേപോലെ നമ്മുടെ ഇക്കോണമിയിലുള്ള പ്രൊഡക്ഷനെയും കൺസപ്ഷൻ, വെൽത്ത് ഡിസ്ട്രിബ്യൂഷനൊക്കെ കുറിച്ച് എക്സാമിൻ ചെയ്ത് പഠിക്കുന്ന ഒരു മേഖലയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മേജർ ഡിഫറൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതേപോലത്തെ പോയിൻറ്റ്സ് നമ്മൾ ഡിഫറൻസസ് പഠിച്ചു, അതിൽ കണ്ടു. ചിലപ്പോൾ എടുത്തു ചോദിക്കും സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിൽ, അങ്ങനെയൊക്കെ എടുത്തു ചോദിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്, അല്ലാത്ത പക്ഷം ഈ പറഞ്ഞല്ലോ 1-2 പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം എക്സാമ്പിൾസ് ആഡ് ചെയ്യാം. നമ്മൾ എന്ത് എഴുതുമ്പോഴും എക്സാമ്പിൾസ് ആഡ് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി കൂടും. അപ്പോൾ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എഴുതാം, ഒരു എക്സാമ്പിൾ എഴുതാം. അതേപോലെ പിന്നെന്താ ഞാൻ പറഞ്ഞല്ലോ, ഡെഫിനീഷൻ എഴുതണം അല്ലെങ്കിൽ ഒരു ഡെഫിനീഷൻ എഴുതിയാലും നമ്മുടേതായൊരു പേഴ്സ്പെക്റ്റീവ് അവിടെ എഴുതണം. ഇപ്പോൾ സോഷ്യോളജിനെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് എഴുതുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് സോഷ്യോളജി എന്ന് തോന്നി നമ്മുടേതായ ഒരു സംഭവം ഇടുമ്പോൾ ഉണ്ടല്ലോ, അവിടെ ഒരു ഡിഫറൻസ്, അവിടെയാണ് നമ്മുടെ ആൻസർ യുണീക്ക് ആവുന്നത്. അതേപോലെ നമ്മുടെ ആൻസർ റൈറ്റിംഗ് യുണീക്ക് ആവുന്നത്. നമുക്ക് എന്താണ് സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്താണെന്ന് തോന്നി അതും കൂടെ ഒന്ന് ഒരു 2 പേര് എഴുതി കഴിഞ്ഞാൽ സെറ്റാവും. പിന്നെ പറഞ്ഞല്ലോ ഓവർ ആവരുത് ഒരിക്കലും. നമുക്കിപ്പോൾ നന്നായിട്ട് അറിയാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ സോഷ്യോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യോളജി ഇന്ന ടേമിൽ നിന്നാണ് നമുക്ക് എഴുതാം. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ സ്പേസ് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ വേണമെങ്കിൽ എഴുതാം സോഷ്യോളജി എന്ന് പറയുന്നത്. പക്ഷേ ഓവറായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത ഈ പറഞ്ഞ പോലെ അൺനെസസറി ആയിട്ട് നമുക്കറിയണ എല്ലാ കാര്യങ്ങളും കുത്തി നിറച്ച് എഴുതുന്നതിനേക്കാളും കുറച്ച് എഴുതുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതണം. അല്ലാണ്ട് കുറേ നമ്മളിങ്ങനെ എഴുതി കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇന്ന വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് അതിൻ്റെ മീനിങ് ഇതാണ് അതാണ് അങ്ങനെ നമ്മൾ കുറേ എഴുതിയിട്ട് കാര്യമില്ല. സോ നമ്മളിപ്പോൾ കാണാൻ ചിലവർ എഴുതണത് ഈ പറഞ്ഞ പോലെ സോഷ്യോളജി എന്ന് പറയുന്നത് നമ്മുടെ ബുക്കിൽ തുടക്കത്തിൽ എന്തുണ്ട് അവിടെ എന്നിട്ട് അവസാനം വരെ എഴുതണമൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് സോഷ്യോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ പറഞ്ഞാൽ മതി. സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൊസൈറ്റി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ റിലേഷൻ, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ഡിസിപ്ലിനാണ്. കഴിഞ്ഞു. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ എങ്ങനെ എമേർജ് ചെയ്തു അതൊന്നും അവിടെ ചോദിച്ചു. എമർജൻസ് ഓഫ് സോഷ്യോളജി ഒന്നും അവിടെ ചോദിച്ചില്ല. പിന്നെ എമേർജ് ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ ആവശ്യമില്ലാണ്ട് എഴുതിയിട്ട് കാര്യമില്ല. കാരണം നമ്മളിത് കോളേജിലൊക്കെ സ്കൂൾ ലെവൽ അല്ലെങ്കിൽ കോളേജ് ലെവലിലൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം എഴുതുന്നോ അതിന് നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ടു ദി പോയിൻറ്റിനാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ എഴുതിയത് കാണുമ്പോൾ അവർക്കും വായിക്കാനുള്ള ഇൻട്രസ്റ്റ് പോകും. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു വേർഡ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 150 വേർഡ്സിൻ്റെ അപ്പുറം പോകരുത്. എങ്ങനെ നമ്മൾ എഴുതിയാലും 150 വേർഡ്സ് ആവും. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
സോഷ്യോളജി ഈസ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് മോഡേണിസം. കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ വേർഡ്സ് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. കമൻറ്റ്, അനാലിസിസ്, അതേപോലെ അനലൈസ്, ഫസ്റ്റ് അനലൈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിസ്കസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, ക്രിറ്റിസൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ അവരെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യണം. ഇപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോളജി മോഡേണിസത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം അതിനെ കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ ഒരു സംഭവത്തിന് എന്താണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സോഷ്യോളജി നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ യൂറോപ്പിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു മോഡേൺ സൊസൈറ്റി എമേർജ് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ ഒരു മോഡേൺ സൊസൈറ്റിയിൽ ചേഞ്ചസ് വന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കൊണ്ടാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിനൊരു റെസ്പോൺസ് ആയിക്കൊണ്ടാണ് സോഷ്യോളജി എമേർജ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. നമ്മൾ പറഞ്ഞു ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മുടെ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കുള്ള ആ ഒരു റാപ്പിഡ് ചേഞ്ച് അല്ലെങ്കിൽ റാപ്പിഡ് റെവല്യൂഷനായിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു മോഡേൺ വേൾഡിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷനെ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി അതിനൊരു റെസ്പോൺസ് ആയിട്ടാണ്, റിയാക്ഷനായിട്ടാണ് നമ്മുടെ സോഷ്യോളജിസ്റ്റുകൾ ഒരു സോഷ്യൽ തിങ്കിങ്ങിന് കൊണ്ടുവന്ന് അങ്ങനെ സോഷ്യോളജി എമേർജ് ആവണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട്, നമുക്ക് അത് എന്താണെന്നാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്കറിയണ കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ അതിലിപ്പോൾ കീ ആസ്പെക്ട്സ് ആയിട്ട് നമ്മൾ കൊണ്ടുവരേണ്ടത്, നമ്മൾ പറഞ്ഞു ഈ ഒരു മോഡേണിസം നമ്മുടെ സൊസൈറ്റിയിൽ വന്നപ്പോൾ, ആ ഒരു മോഡേൺ ഇറ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ കാര്യങ്ങളുണ്ടായി. അതിൻ്റെ ഈ പറഞ്ഞ പോലെ അതിന് കാരണങ്ങളായ കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും. അത് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു പുതിയൊരു സോഷ്യൽ സ്ട്രക്ചർ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ മോഡേണിസം വരുന്നത്. അതേപോലെ അത് എഴുതാം. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു, അർബനൈസേഷൻ വന്നപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മറ്റുള്ള കാര്യങ്ങളിലും മാറ്റം വന്നു പറഞ്ഞു. അതേപോലെ അർബനൈസേഷൻ എന്തൊക്കെ പോവർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, കൺജസ്റ്റഡായി, അത് എഴുതാം. അപ്പോൾ നമ്മളതൊക്കെ ഈ പറഞ്ഞ പോലെ വേർഡ് ലിമിറ്റ് നന്നായി ശ്രദ്ധിക്കണം. 2-3 സെൻറ്റൻസൊക്കെ മതിയാവും. അതേപോലെ അതൊരു സബ് ടോപ്പിക്കായിട്ട് എഴുതാം. ദെൻ തിങ്കേഴ്സ് ആയിട്ടുള്ള കോംറ്റെ, ഡർക്കെയിം, മാർക്സ്, ഇവരെ ഇതെങ്ങനെ അനലൈസ് ചെയ്തു, ഇവരുടെ അനാലിസിസ് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനെ ഹെൽപ്പ് ചെയ്ത് അതിനെക്കുറിച്ച് അതായത് ഈ തിങ്കേഴ്സിനൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം. അതേപോലെ മെൻഷൻ ചെയ്യുക, അവരുടെ വർക്ക്സിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാം. അതേപോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു മോഡേണിസത്തിന് കാരണമായതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, അർബനൈസേഷൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് നമ്മൾ പറഞ്ഞു ഈ മോഡേണൈസേഷൻ കൊണ്ട് സൊസൈറ്റിയിൽ വന്ന കുറേ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് ഈ റാഷണാലിറ്റി, സയൻറ്റിഫിക് ഇൻക്വയറി, അതേപോലെ സോഷ്യൽ പ്രോഗ്രസ്. ഇതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് കാരണമായത് മോഡേണിസം ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തെഴുതാൻ, ഈ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ. സോ അടുത്ത ക്വസ്റ്റ്യനാണ് മോഡേണിറ്റി പോസ്ഡ് ഡിഫിക്കൽട്ട് questions to which sociology provided answers. Elaborate. ഇപ്പോൾ ഈ ഇലോബറേറ്റ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ഇപ്പോൾ ഇലോബറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശദമായി പറയാമെന്നുള്ളതാണ്. നമ്മൾ ഇതുപോലത്തെ കുറച്ച് ടേംസ് നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ അതിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാൻ. കുറേ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കണ്ട കീവേഡ്സ് വെച്ചിട്ട് അതെന്താണെന്ന് കുറേ എഴുതുന്നതിനാലും ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ തന്നിട്ടുള്ള ടേംസിന് നമ്മൾ സ്ട്രെസ് ചെയ്തിട്ട് വേണം ഉത്തരം എഴുതാൻ. ഞാൻ പറഞ്ഞു അനലൈസ്, ക്രിറ്റിസൈസ്, അതുപോലെ എക്സാമിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് വേണം ഉത്തരം എഴുതാൻ. അപ്പോൾ അതേപോലെയാണ് ഇലാബറേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ആ ഒരു സംഭവത്തിനെ ഒന്നുകൂടെ വിശദമായിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ക്വസ്റ്റ്യനിൽ കമൻറ്റ് ചെയ്യാനാണ്. അതേപോലെ വരുന്ന വേറൊരു സംഭവമാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാൻ. അപ്പോൾ ഇതിലെന്താണെന്ന് ജസ്റ്റ് ആ സംഭവത്തിനെ ഒന്ന് എന്താണെന്ന് വിശദമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി, ഡിസ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം ഈ മോഡേണിറ്റി എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ റാപ്പിഡായിട്ടുള്ളൊരു ചേഞ്ചാണ് സൊസൈറ്റിയിൽ വന്നത്. കുറേ സോഷ്യൽ സ്ട്രക്ചറിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ വന്ന സമയത്ത് കുറേയധികം ചോദ്യങ്ങൾ നമ്മുടെ സൊസൈറ്റീനെ കുറിച്ച്
സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ഈ ചേഞ്ചസിനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് കുറേയധികം ചോദ്യങ്ങൾ അറൈസ് ചെയ്ത് വന്നൊരു സമയം നമ്മൾ പറഞ്ഞു ആ ഒരു മാറ്റത്തിൽ പലവർക്കും മനസ്സിലാവണില്ല സൊസൈറ്റിയിൽ എന്താ നടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഈ സോഷ്യോളജി കൃത്യമായ സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിക്ക് എന്താണ് ആ ഒരു ട്രാൻസ്ഫോർമേഷന് കാരണമായ കാര്യങ്ങൾ എന്താണ്, ഇതെങ്ങനെ സംഭവിച്ചു, ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൻസർ ചെയ്യാൻ പറ്റി എന്നതാണ് ഇപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ മോഡേണിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ സോഷ്യൽ ഓർഡറിന് കുറേ റാപ്പിഡ് ചേഞ്ചസ് കൊണ്ടുവന്നു. അതെന്തായി കുറേയധികം ചലഞ്ചസിന് കാരണമായി. സൊസൈറ്റിയിൽ ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങൾക്കും അതേപോലെ ചോദ്യം ചെയ്യലിനും കാരണമായി. അപ്പോൾ അവിടെ നമ്മളെങ്ങനെയാണ് സോഷ്യോളജീനെ പ്ലേസ് ചെയ്യുന്നത്, സോഷ്യോളജി എങ്ങനെ ഇതൊക്കെ ഡീൽ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി പറയാനുള്ളത് നമ്മുടെ തിങ്കേഴ്സ് ആണല്ലോ നമ്മുടെ സോഷ്യോളജീനെ എമേർജ് ചെയ്ത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ ഉത്തരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സോഷ്യോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിങ്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് പറയാം. അതായത് ഡർക്കൈം ഇത് സോഷ്യൽ കൊഹേഷനെ കുറിച്ചും അതായത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലുള്ള സോഷ്യൽ കൊഹേഷനെ കുറിച്ച് പഠിച്ചു. അതേപോലെ മാർക്സ് ക്ലാസ് സ്ട്രഗിളിനെയും ഇക്കണോമിക് സ്ട്രക്ചറിനെയും അനലൈസ് ചെയ്തു. അതേപോലെ വെബർ റാഷണലൈസേഷനെയും ബ്യൂറോക്രസിനെയും കുറിച്ച് എക്സാമിൻ ചെയ്തു. ഇപ്പം ഈ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് The foundation laid by Comte was shaken by Weber and Marx. Discuss. അപ്പോൾ ഇതിലെന്താ പറഞ്ഞേക്കണത്, ഡിസ്കസ് ചെയ്യാനാണ്. ഡിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അവിടെ വേറൊരാളായിട്ട് ഡിസ്കസ് ചെയ്യാനല്ല. നമുക്ക് അപ്പോൾ നമ്മളൊരു ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പ്രോസും കോൺസും നമ്മളവിടെ പറയും. അല്ലെങ്കിൽ പോസിറ്റീവ് വശം പറയാനൊരു സൈഡ്, അത് ഒപ്പോസ് ചെയ്യാൻ ഒരു വശം ഉണ്ടാവും. അതായത് സപ്പോർട്ടീവും ഒപ്പോസീവും ആയിട്ട് രണ്ട് ആൾക്കാരുണ്ടാവും. അതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശവും ചീത്ത വശവും നോക്കിയിട്ട് വേണം നമ്മൾ പറയാൻ. അപ്പോൾ അല്ലെങ്കിൽ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമ്മൾ പറയണം. അപ്പോൾ ഇതിലെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സോഷ്യോളജിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫൗണ്ടിങ് ഫാദർ എന്ന് പറയുന്നത് അഗസ്റ്റ് കോംറ്റെ. അപ്പോൾ നമ്മുടെ സോഷ്യോളജിക്ക് ഒരു ഫൗണ്ടേഷൻ കൊടുത്തത് കോംറ്റെ ആണെന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഫൗണ്ടേഷനിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഇളക്കം ഷെയ്ക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലൊരു മാറ്റം വരുത്തുന്നത് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വന്നത് വെബറും മാക്സിൻ്റെയും ഐഡിയോളജീസ് കൊണ്ടാണ്. അതായത് ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ കോംറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റിവിസം അതേപോലെ സോഷ്യോളജി ഒരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ പഠിക്കണം എന്ന് പറയുന്നത്. കാരണം ആളാദ്യം നമ്മൾ പറഞ്ഞു സോഷ്യോളജിയെ അദ്ദേഹം കോയിൻ ചെയ്തത് സോഷ്യൽ ഫിസിക്സ് എന്നാണ്. കാരണം ആൾ ഫിസിക്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അപ്പോൾ ആൾ പറയുന്നത് സൊസൈറ്റിയെ നമ്മളൊരു സയൻറ്റിഫിക് മെത്തേഡിലൂടെ വേണം പഠിക്കാൻ. അതേപോലെ പോസിറ്റിവിസം സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരാളാണ് കോംറ്റെ. പക്ഷേ അതിന് ചലഞ്ച് ചെയ്തുകൊണ്ടാണ് വെബറിൻ്റെയും മാർക്സിൻ്റെയും തിയറീസും അവർ ഐഡിയോളജിയും അറൈസ് ചെയ്ത് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംറ്റെ സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ചും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അനലൈസ് ചെയ്യുകയും പറയുന്നുണ്ടെങ്കിലും സൊസൈറ്റിയുടെ റിയൽ പ്രോബ്ലം എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വെബറും മാർക്സുമാണ്. അതുകൊണ്ട് തന്നെ വെബർ കോംറ്റയുടെ പോസിറ്റിവിസത്തിനെ ക്രിറ്റിസൈസ് ചെയ്യും, ഇൻ്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജീനെ അഡ്വക്കേറ്റ് ചെയ്യും ചെയ്തു. നമുക്ക് ഈ പറഞ്ഞ പോലെ കോംറ്റയുടെ പോസിറ്റിവിസം എന്താണ്, അതേപോലെ വെബറിൻ്റെ ഇൻ്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി എന്താണെന്നൊക്കെ നമ്മൾ ഈ പറഞ്ഞ തിയറിസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പറയും. അതേപോലെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്നുള്ളൂ. അതേപോലെ മാർക്സ് ഈ കാസ്റ്റ് സ്ട്രഗിളിനെ കുറിച്ചും ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസത്തിനൊക്കെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ നമ്മൾ പറഞ്ഞു കോംറ്റെ എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ ക്രിറ്റിക്കലായി ചിന്തിച്ച് അതിൽ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ചത് മാക്സും വെബറൊക്കെയാണ്. അപ്പോൾ അതാണ് സോഷ്യൽ ഓർഡറിനെ കുറിച്ചാണ് കോംറ്റെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ ആ ഒരു ഷിഫ്റ്റ്
കൊണ്ടുവന്നത്, ആ ഒരു ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത ഒരാളെന്ന് പറയുന്നത് മാക്സ് ആണ്. സോ അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇതിൽ പറയേണ്ടത്. എന്താണ് കോംറ്റെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് മാർക്സും വെബറും പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മളിതിൽ എഴുതേണ്ടത്. സോ അത് നമ്മൾ കുറച്ചും കൂടെ മാത്സിനെയും വെബറിനെയും കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ മെയിൻലി നമ്മൾ ഇപ്പോൾ എഴുതേണ്ടത് ഇത്ര ചെറുതായിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഈസ് ഡൈനാമിക് ആൻഡ് എവർ ഇവോൾവിങ്, ജസ്റ്റിഫൈ വിത്ത് ഇലുസ്ട്രേഷൻസ്. അപ്പോൾ ഇതിൽ കണ്ടോ ഇലുസ്ട്രേറ്റ് ചെയ്യുക പറഞ്ഞാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുക. അതായത് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരെ, അതിനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ കാസ്റ്റ് സിസ്റ്റം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തരത്തിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന്, അത് എങ്ങനത്തെ ഡിസ്ക്രിമിനേഷനാണോ ഉള്ളത്, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിന് നമ്മൾ എടുത്ത് കാണിക്കണം. അതാണ് ഇലിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ പറയില്ല, ഇലിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളിപ്പോൾ ഒരു ഇലിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചിത്രത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും വരച്ച് കാണിച്ച് ആ ഒരു സംഭവത്തിന് ചൂണ്ടിക്കാണിക്കുന്നതിനാണ് നമ്മൾ ഇലിസ്ട്രേഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ഇലിസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനാണ് പറയുന്നത്. നമ്മുടെ സോഷ്യോളജിക്ക് ഒരു ഡൈനാമിക് നേച്ചറാണോ ഉള്ളത്, അല്ലെങ്കിൽ സ്കോപ്പാണോ ഉള്ളതെന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. അതിൽ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യോളജി. കാരണം കണ്ടംപററി സൊസൈറ്റീനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും നിൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ സ്കോപ്പുകളും വൈഡർ ആയിക്കൊണ്ടിരിക്കും. അതിൽ ചേഞ്ചസ് അല്ല, അഡീഷണൽ എക്സ്റ്റൻഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സൊസൈറ്റിയിലെ ചേഞ്ചസിന് നമ്മുടെ സോഷ്യോളജി അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ പുതിയ ഡയമെൻഷൻസ് സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിൻ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങും. ഇപ്പോൾ നമുക്കറിയാം പ്യുവർ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് ഉണ്ട്. അതേപോലെ നമുക്കറിയാം റൂറൽ ആൻഡ് അർബൻ സോഷ്യോളജി, അതേപോലെ ഇൻഡസ്ട്രിയൽ സോഷ്യോളജി, പൊളിറ്റിക്കൽ സോഷ്യോളജി, മെഡിക്കൽ സോഷ്യോളജി. അതുപോലെ പുതിയ തരം സോഷ്യോളജിക്കൽ ഐഡിയാസ് ഇപ്പോൾ എമേർജ് ചെയ്തു വരുന്നത്. അതായത് ഡിജിറ്റൽ സോഷ്യോളജി, എൻവിറോൺമെൻറ്റൽ സോഷ്യോളജി, മെഡിക്കൽ സോഷ്യോളജി. ഈ ഡിജിറ്റൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ടെക്നോളജി വന്നതുകൊണ്ടുള്ള ഇമ്പാക്റ്റ് എന്താണെന്നാണ് നമ്മൾ ഈ ഡിജിറ്റൽ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം എന്താണെന്ന് പഠിക്കുക. പക്ഷെ സോഷ്യോളജി എങ്ങനെ ആ ഒരു ഇതിനെ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ സൊസൈറ്റി ഇമ്പാക്റ്റ് ചെയ്യണമെന്ന്, ഏതൊരു സബ്ജക്റ്റിൻ്റെയും സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ അതെങ്ങനെ സൊസൈറ്റീനെ എഫക്റ്റ് ചെയ്യണമെന്നായിരിക്കും മേജർ കൺസേൺ ഉണ്ടാവുക. അതേപോലെ എൻവിറോൺമെൻറ്റൽ സോഷ്യോളജിയിൽ സൊസൈറ്റി എങ്ങനെ നേച്ചറുമായി ഇൻട്രാക്റ്റ് ചെയ്യണം, സൊസൈറ്റൽ ആക്ടിവിറ്റീസ് എങ്ങനെ എൻവിറോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യണം, ഇതൊക്കെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, ഇതൊക്കെയാണ് നമ്മൾ എൻവിറോൺമെൻറ്റൽ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. അതേപോലെ മെഡിക്കൽ സോഷ്യോളജി, അതിൽ ഹെൽത്ത് സിസ്റ്റത്തിനെ കുറിച്ചും അത് എങ്ങനെ സൊസൈറ്റിയിൽ എഫക്റ്റ് ചെയ്യണു, അതേപോലെ സൊസൈറ്റൽ ഇൻഫ്ലുവൻസസിനെ കുറിച്ചും ഈ ഹെൽത്ത് സിസ്റ്റത്തിൻ്റെ സൊസൈറ്റൽ ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മെഡിക്കൽ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന പുതിയ ബ്രാഞ്ചസിൽ മെയിൻലി നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണം. അപ്പോൾ നമ്മളിത് എങ്ങനെയും പ്രൂവ് ചെയ്യണം. അതായത് സോഷ്യോളജി ഡൈനാമിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇലിസ്ട്രേഷൻസ് ആയിട്ട് നമ്മൾ ഡിജിറ്റൽ സോഷ്യോളജി, എൻവിറോൺമെൻറ്റൽ സോഷ്യോളജി, മെഡിക്കൽ സോഷ്യോളജി പോലെയുള്ള പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളൊരിക്കലും ഈ പറഞ്ഞില്ലേ, നമ്മളൊരിക്കലും ഈ പഠിച്ചതിൽ നിന്ന് മാത്രം നമ്മളൊരിക്കലും ഇപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്കോപ്പിൽ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ജസ്റ്റ് സോഷ്യൽ സയൻസ് സബ്ജക്ട്സ് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ അതിന് ഡൈവേർട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം മറ്റുള്ള സോഷ്യൽ സയൻസ് സബ്ജക്ട്സിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ സോഷ്യോളജി ഒരു വൈഡാണ്. അതേപോലെ എല്ലാ സബ്ജക്റ്റിനായിട്ട് ഇൻ്റർലിങ്ക് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ പുതുതായി വരുന്നതിനെ കുറിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്. എന്നാലും നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. ഇതുപോലുള്ള നല്ല എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സോഷ്യോളജി വേഴ്സസ് സൈക്കോളജി, ആർ ദേ മ്യൂച്വലി എക്സ്ക്ലൂസീവ്? അപ്പോൾ ഇതിലിപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഇവർക്ക് മാത്രമായിട്ട് ഉള്ള എന്തെങ്കിലും
ഇതുണ്ടോ, മ്യൂച്വലി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, റിലേഷൻ ഉണ്ടോ എന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സോഷ്യോളജി ആയാലും സൈക്കോളജി ആയാലും 2 സബ്ജക്റ്റ് ബോത്ത് സ്റ്റഡി ഹ്യൂമൻ ബിഹേവിയർ ദേ ഡിഫറിങ് സ്കോപ്പ്. അതായത് രണ്ടും മനുഷ്യൻ്റെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ് നമ്മൾ 2 സബ്ജക്റ്റിലും പറയണത്. അത് ഒന്ന് ഗ്രൂപ്പ് ബേസിലും ഒന്ന് ഇൻഡിവിജ്വൽ ബേസിലും നമ്മൾ പറയണമെന്ന് പറയുള്ളൂ. രണ്ടിലും മനുഷ്യരുടെ ബിഹേവിയറിനെ കുറിച്ച് പറയുന്നത്. നമ്മളിപ്പോൾ ഗ്രൂപ്പ് ബിഹേവിയർ അല്ലെങ്കിൽ സൊസൈറ്റൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെയാണ്. അവിടെ ഇൻഡിവിജ്വൽസ് വന്നു. പക്ഷേ ഇവിടെ ഡിഫറെൻ്റ് ആണ്. അവർ രണ്ടിലും നമ്മൾ 2 സബ്ജക്റ്റിലും മനുഷ്യരെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ 2 സ്കോപ്പുകൾ തമ്മിൽ വ്യത്യാസമാണ്. അതെങ്ങനെയാണ്? സോഷ്യോളജി ഫോക്കസ് ചെയ്യുന്നത് ഗ്രൂപ്പ്സിനെ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ പറഞ്ഞ മനുഷ്യരുണ്ടാക്കി ഇൻഡിവിജ്വൽസ് ഉണ്ടാക്കിയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിനെയും അതേപോലെ അവരുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കുറിച്ചാണ് സോഷ്യോളജി പഠിക്കുന്നതെങ്കിൽ, സൈക്കോളജിയിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു ഇൻഡിവിജ്വലിൻ്റെ മെൻ്റൽ പ്രോസസ്സിനെയാണ് പറഞ്ഞത്. മറ്റേത് ഒരു കൂട്ടം ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം മെൻ്റൽ കണ്ടീഷനെ കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോളജി. അപ്പോൾ ഇവർ തമ്മിൽ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓവർലാപ്പ് ചെയ്ത് പറയുമ്പോൾ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഞ്ച് ഞാൻ പറഞ്ഞില്ല, നമുക്ക് പഠിക്കാനുണ്ട് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഫീൽഡ്. ആ ഒരു ഡിസിപ്ലിനിൽ നമ്മൾ പറയണം ബോത്ത് രണ്ടിലും നമ്മൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് ഈ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നാണ്. അതായത് നമ്മൾ പറഞ്ഞു സൈക്കോളജി ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജി ഒരു സമൂഹത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ഇവർ രണ്ടുപേരെയും കൂടെ ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളതാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഈ സോഷ്യൽ സൈക്കോളജിയിൽ എന്താണ് പറയണത്? എങ്ങനെ ഈ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെ നമ്മുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ മെൻ്റൽ ബിഹേവിയറിനെ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെ ഈ ഒരു മെൻ്റൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് സോഷ്യോളജി വിത്തൗട്ട് ഹിസ്റ്ററി ഈസ് റൂട്ട്ലെസ് ആൻഡ് ഹിസ്റ്ററി വിത്തൗട്ട് സോഷ്യൽ ഈസ് ഫ്രൂട്ട്ലെസ് എന്നിട്ട് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ പറഞ്ഞു സോഷ്യോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു തിയറിസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് ഇന്നത്തെ സോഷ്യോളജി എന്ന് പറയുന്നത് നാളത്തെ ഹിസ്റ്ററിയും, ഇന്നത്തെ സോഷ്യോളജി എന്ന് പറയുന്നത് നാളത്തെ ഹിസ്റ്ററിയും, ഇന്നത്തെ ഹിസ്റ്ററി എന്ന് പറയണത് ഇന്നലത്തെ, അതായത് പഴയ നമ്മുടെ പാസ്റ്റിലെ സോഷ്യോളജിയാണ് ഇന്ന് നമ്മൾ ഹിസ്റ്ററി ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ സോഷ്യോളജിയെ നാളെ ഫ്യൂച്ചറിൽ എന്തായിട്ട് പഠിക്കും? നമ്മൾ ഹിസ്റ്ററി ആയിട്ട് പഠിക്കും. അപ്പോൾ അതാണ് അങ്ങനൊരു കോട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം സംഭവം തന്നെയാണ് ഇവിടെ പറയണത്. അപ്പോൾ സോഷ്യോളജി ഇല്ലാണ്ട് ഒരിക്കലും അങ്ങനൊരു സോഷ്യോളജി ഉണ്ടായത്, സൊസൈറ്റിയെക്കുറിച്ചുള്ള ഒരു പഠനം അന്ന് ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് നമുക്കത് ഹിസ്റ്ററി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ്, അങ്ങനെ സോഷ്യോളജി ഇല്ലാണ്ട് നമ്മുടെ ഹിസ്റ്ററിക്ക് ഒരു റൂട്ട് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഹിസ്റ്ററി ഇല്ലാണ്ട് ഒരിക്കലും സോഷ്യോളജി വളരെയില്ല. അതാണ് ഇവിടെ പറയുന്നത്. അത് അനലൈസ് ചെയ്ത് പറയാനാണ് പറഞ്ഞത്. അപ്പോൾ 2 ഡിസിപ്ലിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ സോഷ്യോളജിയിൽ നമ്മൾ കറൻറ്റ് സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കും. അത് നമ്മുടെ ഹിസ്റ്ററീനെ ഷേപ്പ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹിസ്റ്ററി നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും? കോണ്ടെക്സ്റ്റ് ടു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ചേഞ്ചസ്. അതായത് നമ്മുടെ ചരിത്രം, നമുക്ക് അങ്ങനെ ഒരു ചരിത്രം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്കതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവരാനും സാധിക്കുന്നത് നമുക്കൊരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഫ്യൂഡലിസം ട്രഡീഷൻ ടു ക്യാപിറ്റലിസം ഈസ് ബോത്ത് എ ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ സ്റ്റഡി. അതായത് ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു ട്രഡീഷനിൽ നിന്ന് നമ്മൾ ക്യാപിറ്റലിസത്തിലേക്ക് ചേഞ്ചായി. അത് ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡിയാണ്. അതോടൊപ്പം തന്നെ സോഷ്യോളജിക്കൽ സ്റ്റഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുന്നു, ഇൻഡസ്ട്രിയൽ റവല്യൂഷനൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട്. സെയിം ഇത് തന്നെയാണ് നമ്മൾ സോഷ്യോളജിയിൽ നമ്മുടെ ചേഞ്ചസ് ആയിട്ട്, അല്ലെങ്കിൽ സോഷ്യോളജിയിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഈ പറഞ്ഞ പോലെ ഫ്യൂഡൽ സൊസൈറ്റിയിൽ നിന്ന് ക്യാപിറ്റൽ സൊസൈറ്റിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ
സോഷ്യോളജിയിൽ പഠിക്കണം, അതിൽ നിന്നാണ് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്ന് ഇന്ന് ഈ കാണുന്ന സോഷ്യോളജിയും ഇന്നത്തെ സൊസൈറ്റിയായി മാറിയത് നമ്മൾ പഠിക്കുന്നുണ്ട്. സെയിം അത് തന്നെയാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പണ്ട് നടന്ന പാസ്റ്റ് ഇവൻ്റായിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ മനസ്സിലായി. അപ്പോൾ അതാണ് ഈ രണ്ട് സബ്ജക്ട്സും കോംപ്ലിമെൻ്ററി ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പ്രൂവ് ചെയ്ത് എഴുതണം. അത്രേ ഉള്ളൂ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ഹാവ് എ നേരോ വ്യൂ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ ബട്ട് സോഷ്യോളജിസ്റ്റ് ലുക്ക് ബിയോണ്ട് പ്രൊഡക്ഷൻ എക്സാമിൻ. അപ്പോൾ ഇത് എങ്ങനെ എക്സാമിൻ ചെയ്യാണ് വേണ്ടത്? ഇതെങ്ങനെയാണ് ഈ പറഞ്ഞ സോഷ്യോളജിക്ക് ഒരു നേരോ വ്യൂ പോയിൻ്റാണ്, അതായത് ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ച്. പക്ഷേ സോഷ്യോളജിസ്റ്റിനോ അതിനെക്കുറിച്ചൊരു, അതായത് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കൺസെപ്ഷൻ എന്നല്ലാത്ത, അതിപ്പോൾ നമുക്കറിയാം എക്കണോമിക്സിൽ അത്രയേ ഉള്ളൂ. ഡിവിഷൻ ഓഫ് ലേബറിൽ പറഞ്ഞാൽ പ്രൊഡക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ മാത്രം, സ്പെസിഫിക് ഏരിയനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ സോഷ്യോളജിസ്റ്റ് ഈ ബിയോണ്ട് പ്രൊഡക്ഷൻ അതിനും അപ്പുറം നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട് സോഷ്യോളജിസ്റ്റുകൾ. അതെന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ മെയിൻലി നമ്മളിവിടെ കൊണ്ടുവരുന്നത് ഇക്കണോമിക് വ്യൂവിനെയും സോഷ്യോളജിക്കൽ വ്യൂവിനെയാണ്. അപ്പോൾ ഇക്കണോമിക്സുകൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റ്. നമ്മൾ പറഞ്ഞു ഓൾറെഡി, നമ്മൾ ഈ രണ്ട് ബ്രാഞ്ചുകൾ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. സോ എക്കണോമിക്സിനൊരു നാരോ വ്യൂ ആണ്, സോഷ്യോളജിക്ക് ബ്രോഡാണ്. ബിക്കോസ് അതിൽ ജസ്റ്റ് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ, പ്രോഫിറ്റ്, അങ്ങനത്തെ ഇക്കണോമിക് ഏരിയാസ് മാത്രമേ, ഇക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുള്ളൂ. പക്ഷേ സോഷ്യോളജിയിൽ എല്ലാ ആസ്പെക്ട്സിൽ നിന്നും നമ്മൾ നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അത് തന്നെ പറയണം, എക്കണോമിക്സുകൾ ഫോക്കസ് ചെയ്യുന്നത് എഫിഷ്യൻസിനെയും പ്രൊഡക്ടിവിറ്റിനെയും പ്രോഫിറ്റിനെയും. പക്ഷേ സോഷ്യോളജിസ്റ്റോ ആ ഒരു ഡിവിഷൻ ഓഫ് ലേബറിൽ വരുന്ന സോഷ്യൽ റിലേഷൻസിനെയും അലീനിയേഷൻസിനെയും ഇമ്പാക്റ്റ് ഓഫ് ലേബർ ഡിവിഷനെ കുറിച്ചൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഇക്കണോമിക് സെൻസിൽ നമ്മൾ നോക്കും. അതായത് ഇക്കണോമിക് ഏരിയയിൽ, അതിൽ ഇക്കോണമിയിൽ ചേഞ്ചസ് നമ്മൾ നോക്കും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. സോഷ്യോളജിസ്റ്റ് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കും? ഈ പറഞ്ഞ പോലെ ഡിവിഷൻ ഓഫ് ലേബറിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും. മറ്റേതിൽ നമ്മൾ എങ്ങനെ ഈ ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവരും, അതിൽ നിന്ന് അങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ട്, അതായത് ഇപ്പോൾ ഡിവിഷൻ ഓഫ് ലേബറിനെ എടുക്കുകയാണെങ്കിൽ ആ ഒരു പോയിൻ്റല്ലേ ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട്. ഡിവിഷൻ ഓഫ് ലേബറിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്കണോമിക്സ് നോക്കുന്നത് അങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ ചെയ്തത് കൊണ്ട് എന്തൊക്കെ എഫിഷ്യൻസി ഉണ്ടാവും. അങ്ങനെ ഡിവൈഡ് ആൻഡ് വർക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, അതുവഴി എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം, എങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്താം. ഇതൊക്കെയാണ് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന വ്യൂ പോയിൻറ്റ്സ്. പക്ഷേ നമ്മുടെ സോഷ്യോളജിസ്റ്റ് തിങ്ക് ചെയ്യുമ്പോഴെന്ത്, അങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യണു, അതിൽ എങ്ങനെ അലീനിയേഷൻ വരുമോ, അതേപോലെ സോഷ്യൽ റിലേഷൻസിനെ എങ്ങനെ ബാധിക്കുന്നു, ഇതൊക്കെയാണ് സോഷ്യോളജിസ്റ്റ് നോക്കുക. ഇതിന് ഏറ്റവും എക്സാമ്പിളായിട്ട് നമുക്ക് പറയാനുള്ള ഡർക്കെയിമിൻ്റെ ഡിവിഷൻ ഓഫ് ലേബർ ഇഫക്ട്സ് ഓൺ സോഷ്യൽ കൊഹേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് ഡർക്കെയിമിൻ്റെ ഒരു തിയറിയാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ സൊസൈറ്റീനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യണു, അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ ഡർക്കെയിമിൻ്റെ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ട ആൻസർ. സോ ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ്, ഇപ്പോൾ ഒരു 8 to 9 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ എനിക്കിന്ന് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് ബാക്കിയൊരു 10 ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാം. സോ ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് മീൻ ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. നമുക്ക് ഇനി നിങ്ങൾക്ക് അഡീഷണലി ഇതിനപ്പുറം എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറയാം. ഞാൻ അടുത്ത വീഡിയോയിൽ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഹാപ്പി ലേണിംഗ്.